മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ടി പത്മനാഭന്റെ കഥാസമാഹാരം കരുവന്നൂർ പ്രകാശനം ചെയ്തു. സ്പീക്കർ എൻ ഷംസീർ എം സ്വരാജിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. തൊണ്ണൂറ്റിയാറാം വയസ്സിലും പ്രകാശം പരത്തുന്ന കഥകൾ. ടി പത്മനാഭന്റെ പുതിയ 11 കഥകളുടെ സമാഹാരം കരുവന്നൂർ. പുസ്തകം സ്പീക്കർ എൻ ഷംസീർ എം സ്വരാജിന് നൽകി പ്രകാശനം ചെയ്തു. സമാഹാരത്തിലെ കരുവന്നൂർ എന്ന കഥ സഹകരണ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് പറയുന്നു. 10ാമത്തെ കഥയാണ് കരുവന്നൂർ. എന്താണ് ഈ പുസ്തകത്തിന് കരുവന്നൂർ എന്ന് പേരിട്ടത് എനിക്കറിയില്ല. അതൊരു പക്ഷേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം. പപ്പാട്ടൻ്റെ പുസ്തകത്തിന് ഇങ്ങനൊരു പേരിട്ടിട്ടില്ലെങ്കിലും ടി പത്മനാഭൻ എഴുതിയ കഥകൾ എന്ന് പറഞ്ഞാൽ തന്നെ ചൂടപ്പം പോലെ വിറ്റുപോകും. പത്മനാഭൻ സ്നേഹത്തിന്റെയും ദയയുടെയും എഴുത്തുകാരനെന്ന് എം സ്വരാജ്. കരുവന്നൂരും അത്തരത്തിലുള്ള തട്ടിപ്പുകളുമെല്ലാം കഥയുടെ ഒരു പശ്ചാത്തലമായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, ആശ്രയമറ്റുപോകുന്ന, ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, നിരാശാഭരിതമായ മനസ്സോടെ ജീവിതത്തെ സമീപിക്കുന്ന സകലരെയും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഊർജം ആ വാക്കുകൾക്കിടയിൽ, വരികൾക്കിടയിൽ ഉണ്ട്. അതാണ് ആ കഥയുടെ പ്രത്യേകത. മാതൃഭൂമിയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ടി പത്മനാഭൻ. 1923 മാതൃഭൂമി സ്ഥാപിതമായത്. 100 കൊല്ലം കഴിഞ്ഞു. ഈ 100 കൊല്ലക്കാലത്തിൽ 75 കൊല്ലക്കാലവും മാതൃഭൂമിയായി സജീവമായ ബന്ധം പുലർത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനിക്കുന്ന ഒരുവനാണ് ഞാൻ. ഈ കാലയളവിൽ എഴുതിയ കഥകൾ ഒരു 200 തികയില്ല. പൈസ കിട്ടുന്നുണ്ടല്ലോ, മാതൃഭൂമി തരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല. അത് വയ്യ തോന്നുമ്പോൾ മാത്രം സ്വയമേ വാഗതമാകുന്നു കഥ. അപ്പോൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മാതൃഭൂമി MD MV ശ്രേയാംസ് കുമാർ അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരായ PK പാറക്കടവ്, നാരായണൻ കാവുമ്പായി, ശ്രീകല മുല്ലശ്ശേരി പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.